ഹലോ ഗെയ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സൂര്യ, പത്തനംതിട്ട സീതത്തോടാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ ഈ കാടും പടലും മഴ തോർന്നുള്ള അവസ്ഥയിൽ ഞങ്ങളുടെ പറമ്പിലേക്കൊക്കെ പോകുന്ന കാഴ്ചയാണ്. മഴ തോർന്നെങ്കിലും മുറ്റത്തൂടൊക്കെ കണ്ടോ നല്ല ഒലിപ്പുണ്ട്. അതായത് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. മഴ പെയ്ത് തോർന്നിക്കാണ്. ഇന്ന് കുറച്ച് നല്ല തോർച്ച ഉണ്ടായിരുന്നു. ഈ കാടും പടലൊക്കെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി എന്ന് ഞാനും അമ്മയും കൂടിയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാനും അമ്മയും കൂടാണ് പോകുന്നത്. അമ്മേനോട് പറയുന്നത് കോട്ടിട് എന്നാണ്. ഞാൻ പറഞ്ഞു മഴ പെയ്ത അമ്മയുടെ കുടയിൽ കയറാമെന്ന്. പക്ഷെ അമ്മ പറയുന്നത് ഞാൻ കയറ്റത്തൊന്നുമില്ല കേട്ടോ. എവിടെ പോയാലും ഇവനുണ്ട് അപ്പു. കിണറ്റിന്നാണ് ഓസിട്ടേക്കുന്നത്. ഇത് നമ്മുടെ മാംഗോസ്റ്റ് ആണേ. മാംഗോസ്റ്റ് കണങ്ങാന്ന് പറയാം. അല്ലെങ്കിൽ ചിലരൊക്കെ ഇതിനെന്തോ അമ്മ പറയുന്ന പറയാം, ഈന്തങ്ങ എന്നൊക്കെയാ പറയുന്നത്. ഇത് കണ്ടോ പപ്പ കിണർ നിറഞ്ഞിട്ട്, ഇത് കണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ കിണർ ഫുള്ള് നിറഞ്ഞു മഴ പെയ്ത്. അതിന് പപ്പ വേണ്ട ഇതുവഴി ഓസിട്ട് വെള്ളം കളയുക. ഇപ്പോൾ അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഞാൻ ജൂബി എല്ലാവരും കൂടിയാണ് മുകളിലേക്ക് പോകുന്നത്. പപ്പ വെട്ടാൻ പോയാലും അമ്മ പറമ്പിലേക്ക് പോയാലും ഇവന്മാർ മൂന്നും കൂടെ പോകും. പക്ഷേ കൂടെ നിൽക്കുന്നത് അപ്പു മാത്രമേ ഉള്ളൂ കേട്ടോ. നൈറ്റിയും കൊള്ളാം, നല്ല മാച്ചിങ് ആണേ. അവിടെ നമ്മുടെ വെള്ളച്ചാട്ടം ഇപ്പോൾ ഇല്ലേ, വെള്ളച്ചാട്ടത്തിൻ്റെ മണ്ടയ്ക്ക് പോകണേ. അവിടെ നിറച്ച് നല്ല കുത്തു ഒലിച്ച് വരിക. അപ്പോൾ മഴയൊക്കെ തോന്നിക്കുന്ന ഒരു സമയമാണ്. എന്തേ അയ്യോ അമ്മേ പറിക്കമ്മേ. ദൂ അവിടെ കണ്ടോ കറുനാരിങ്ങ എന്ന് പറയുവേ. നാരിങ്ങ എല്ലാം പഴുത്ത് നിൽക്കും. ആർക്കെങ്കിലും വേണോ? വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തരാം കേട്ടോ. കണ്ടോ നാരിങ്ങ എല്ലാം പഴുത്ത് നിൽക്കുക. ആർക്കെങ്കിലും നമ്മൾ ഈ സദ്യക്കൊക്കെ വിളമ്പുന്ന വെള്ള നാരിങ്ങ അച്ചാറില്ലേ, അത് ഇത് വെച്ചാൽ കറുനാരിങ്ങ വെച്ചാൽ ഇടുന്നത്. നാരകത്തിൻ്റെ ഒരു വലുത് മഞ്ഞ കളറാകും പഴുത്ത് കഴിയുമ്പോൾ. അതിപ്പോൾ ഇതാ പഴുത്ത് നിൽക്കും. ഇതുപോലുള്ള കാഴ്ചകൾ കാണിക്കാൻ അമ്മയാണ് കൂടുതലും പോകുന്നത്. ഇതുപോലെ പോകുമ്പോഴാണ് ഓരോ പച്ചമരുന്നുകൾ പരിചയപ്പെടുത്തി തരുന്നത് തന്നെ. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഫുള്ള് ഒലിപ്പാണ്. കണ്ടോ ഇതുവഴി ഇങ്ങനെ മുകളിലോട്ടാണ് കയറി പോകുന്നത്. ഇപ്പം മഴയൊന്നുമില്ല, തോർച്ചയാണേ. അമ്മ മുന്നിൽ ഓടി പോകുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാത്തത്. അമ്മയുടെ ഈ മൈക്കൊന്നും ഇല്ല, അതാണ്. എൻ്റെ കയ്യിൽ മൈക്കില്ല, ഞാൻ ഫോൺ എടുത്ത് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് നന്നായിട്ട് കേൾക്കുന്നത്. ഞാൻ വളർന്നു വരുന്ന ചെറിയൊരു വ്ളോഗർ അല്ലേ, അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇനി വാങ്ങണം. ചെറിയ ഉറവയൊക്കെയാണ് കേട്ടോ ഇത്. വീഡിയോ കാണുന്ന നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ സേഫായിട്ട് തന്നെയാണ് ഇതുവഴി പോകുന്നത് കേട്ടോ. വെള്ളപ്പൊക്കം കൊണ്ട് എന്തായാലും പേടിക്കണ്ട. ഈ ഉരുൾപൊട്ടൽ, മഴ, ഇതൊക്കെ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടെങ്കിലും ഞങ്ങൾ ആ 2018 വെള്ളപ്പൊക്കത്തിലും ഇവിടെ തന്നെ. നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമില്ല. ഞങ്ങളുടെ പറമ്പിൽ തന്നെ കേട്ടോ. ഞങ്ങളുടെ വീട് തോണ്ട് അവിടെ കണ്ടോ, അവിടെ നിന്നാണ് ഞാൻ കയറി വരുന്നേ. ഞങ്ങള് നാരകത്തിന്റെ ചോട്ടി ചെന്നിട്ട് കാണിക്കാം. എനിക്ക് കൈ എത്തുമെന്ന് അറിയത്തില്ല അല്ലേ, എത്തുവോ? അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പറിക്കാം. എനിക്ക് ഞങ്ങൾ ചെറുതായിട്ട് ഈ പറമ്പൊന്ന് കാണിച്ചു തരാവേ. ഇത് കണ്ടോ റബ്ബറാണ്. ഇപ്പം ഈ മഴ പെയ്തപ്പോൾ കാട് കയറിയില്ല. പപ്പ ഫുൾ കാട് എടുത്തിട്ടിരുന്നേ. ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുള്ളതല്ലേ. ഒരു മഴയ്ക്ക് കാടങ്ങ് ഭ്രാന്ത് പിടിച്ച് കയറുക എന്ന് പറയത്തില്ലേ, അതുപോലെ കയറുന്നുണ്ടോ. വെള്ളം ഇട ഫുള്ളേ. നമ്മുടെ ഈ സ്ഥലത്തെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വസ്തു കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് അയൽപക്കം ഒന്നും കാണാത്തത് കേട്ടോ. ചുളി വാ ചുളി. വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഈ നാരിങ്ങ അങ്ങോട്ട് ഇടണം. കറുനാരിങ്ങ കണ്ടോ. അയ്യോ കാന്താരി നിൽക്കുന്നുണ്ടോ? കാന്താരി തോട്ടമാണ്. വേണ്ട നാരിങ്ങ ഇടാൻ കാണിച്ചു. ആർക്കെങ്കിലും വേണോ? ആരും കണ്ണു വെക്കണ്ട, കാന്താരി ഉണ്ട്. ഈ നാരിങ്ങ കണ്ടോ, ഇതാണ് ഞാൻ താഴെ നിന്ന് കാണിച്ചതേ. ഇതുണ്ടോ കറുനാരിങ്ങ. മാർക്കറ്റിൽ കൊടുക്കണമെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ അത് അമ്മയ്ക്ക് എത്തത്തില്ല. കണ്ടോ പഴുത്തത്, മഞ്ഞ കളർ കാണുന്നില്ലല്ലേ. ആ ഇപ്പൊ കാണാം. കണ്ടോ ഇവിടെ എല്ലാം നിപ്പുണ്ടേ. പറിക്കാൻ എത്തുമോ അമ്മ? എങ്ങനെ പറിക്കും? അമ്മയ്ക്ക് വേണമെങ്കിൽ പറിച്ചു. അളിഞ്ഞു പോത്തില്ലയോ? കണ്ടോ കർണാരകം. കർണാരകം എന്ന് പറയാം ഞങ്ങൾ ഇനി ഇവിടെ. പലയിടത്തും പല നാരങ്ങ. ബബ്ലൂസ് നാരങ്ങ വേറെയാണ് കേട്ടോ, നമ്മൾ അല്ലി പൊളിച്ച് തിന്നുന്നത്. ഇത് അതല്ല, അച്ചാറൊക്കെ ഇടുന്നതും കറിയൊക്കെ വെക്കുക. ഇവിടൊക്കെ മഴ പെയ്ത് നല്ല തോർന്ന് കിടക്കുക കേട്ടോ. അല്ല മഴ പെയ്ത് തോർന്ന് കിടക്കും. എന്തൊക്കെ അമ്മ നാരങ്ങ വേണ്ടമ്മേ. ഞാൻ വേണ്ട അതേ കയറി ചവിട്ടി. കണ്ടോ ഇപ്പൊ തെന്നി വീണേനുമായിരുന്നു. പഴുത്തളിഞ്ഞ് പോയി. അമ്മ അതിപ്പോൾ പറിക്കേണ്ട കറക്റ്റ് സമയമാണ് കേട്ടോ. ആ പഴുത്ത രണ്ടെണ്ണം അമ്മ ഇപ്പോൾ പറിച്ച് വെച്ചാൽ അമ്മയ്ക്ക് കിട്ടും, അല്ലെ അളിഞ്ഞു പോവും. പോത്തില്ലയോ? ഇനി ഞങ്ങൾ അതുകൊണ്ട് വെള്ളച്ചാട്ടം കണ്ടോ ഞങ്ങളെ.
ഞങ്ങളുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവിടത്തിലേക്ക് ഞങ്ങൾ പോവാം കേട്ടോ. ഞങ്ങളിവിടെ പോകാവേ. ഹലോ ഗെയ്സ്, ഞങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉരുളുപൊട്ടലും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കസ്തൂരി മഞ്ഞളൊന്നും അല്ല, അതിൻ്റെയൊക്കെ കാട്ടുചെണ്ണ പറയും ഇത് കേട്ടോ. ഇപ്പോൾ പൂത്ത് നിൽക്കുക. നമ്മുടെ ഇവിടുത്തെ കസ്തൂരി മഞ്ഞൾ ചണ്ണയ്ക്കൊക്കെ വേറൊരു കളറാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ചണ്ണയ്ക്കാന്ന് പറയും. ഞങ്ങളുടെ വസ്തുവാണ് കേട്ടോ. ഞാനിവിടെ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാ. ഇച്ചിരി ഗുരുതര അവസ്ഥയെ കൂടിയാണ് ഞങ്ങൾ കണ്ടത്. ഇതൊക്കെ പപ്പ ഇവിടെയൊക്കെ തന്നെ വന്നാണ് വെട്ടുന്നതൊക്കെ. ഇപ്പം വെട്ടലൊന്നുമില്ല, ഞങ്ങൾ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല. കാന്താരിയോട് കാന്താരി. ആർക്കെങ്കിലും പച്ചക്കാന്താരി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ ഡെലിവറി കാശ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്, ഫ്രീ ആയിട്ട് വേണമെങ്കിൽ. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും അയക്കുകയാണെങ്കിൽ പറിക്കണേ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. ആ കഷ്ടപ്പാടിൻ്റെ പൈസ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ പറയുന്നു പറിച്ചെടുക്കാൻ. കാന്താരി നമ്മൾ കുറേ പറിച്ചാലും ഒന്നും ആവത്തില്ല, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അല്ലേ അമ്മേ? ഞാൻ ഇവിടെ എല്ലാം ആ കാട്ടുകാണയാണേ പൂത്ത് നിൽക്കുക കണ്ടോ. പൂ കാണാൻ നല്ല രസമാണ് കണ്ടോ. ഇത് കണ്ടോ, കണ്ടോ. കൂണും എല്ലാം കിട്ടിയാൽ കാണിക്കാം കേട്ടോ. അമ്മ എവിടെ നിന്ന് അമ്മ സാധാരണ ഇന്നൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോ കൂണുകാരൻ ഉണ്ടായിരുന്നു ചോറിന്. പെരുങ്കൂണ് കിട്ടിയില്ല നമുക്കല്ലേ ഈ പ്രാവശ്യം. സാധാരണ മിക്ക എല്ലാ വർഷവും വലിയ പെരുങ്കൂണ് കിട്ടുന്നതാ. ഈ പ്രാവശ്യം പെരുങ്കൂണ് കിട്ടിയില്ല. അരിക്കൂണും മഴക്കൂണും ഒക്കെ കിട്ടി. ചിലപ്പോൾ ഇവിടെയൊക്കെ കാണും. റബ്ബർ തോട്ടത്തിലല്ല മിക്കപ്പോഴും കാണുന്നത്. ഇടിയൊന്നും വെട്ടിയില്ലല്ലോ. അമ്മയ്ക്ക് കൂണിൻ്റെ മണം കിട്ടി ഗൈസ്. കൂണിൻ്റെ മണം കിട്ടി ഗൈസ്. നമുക്ക് കൂണ് കിട്ടിയാൽ നല്ലതായിരിക്കും. വീഡിയോയിൽ അമ്മ നല്ല മണം. അമ്മേ ഇവിടെ നല്ല മണമുണ്ട് ഗൈസ്. ഈ ഇടയ്ക്ക് ചിലപ്പോൾ എന്താണേലും കാണാതിരിക്കത്തില്ലേ അമ്മ. ഇവിടെ നല്ല മണമുണ്ടേ, ഇടുക്കാച്ചി മണമാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഈ കാട്ടിൽ കൂടിയുള്ള ഈ യാത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞങ്ങളോടോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ കാണിക്കാനൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ ഇവിടുത്തെ വ്യൂ. ഇപ്പം ഈ മഴ സമയത്തൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇച്ചിരി തോർന്നൊക്കെ നിൽക്കുന്ന സമയത്തേ കൂണ് കിട്ടിയാൽ അമ്മ വേഗം ഒന്ന് കണ്ടുപിടിക്കുമായിരിക്കും. പക്ഷെ അവിടെ വന്നപ്പോൾ നല്ല വേണം. ഇവിടെ കിട്ടിയില്ല കണ്ടോ. ഇത് നമ്മുടെ ഈ പുല്ലില്ലേ, ഈ പുല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ വാറ്റുപുല്ലെന്ന് പറയും. നമ്മൾ പുൽത്തൈലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെക്കത്തില്ലേ, തറയൊക്കെ തുടയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ലോഷൻസ് ഉപയോഗിക്കാറുണ്ട്. ആ പുൽത്തൈലത്തിൻ്റെ അതേ മണമാണിത്. ശരിക്കും ഇത് പണ്ട് പശുവിന് കഷായമൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നേ. അപ്പോൾ നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശരിക്കുള്ള ആ മുകൾ വശമാണ് വേണ്ടത്. കണ്ടോ കണ്ടോ, ഇവിടുന്നാണ് ആ വെള്ളം. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു കുളിക്കുന്നതൊക്കെ. ഇത് കണ്ടോ, ഇപ്പം ഇവിടുന്ന് ഒഴുകി താഴെ നമ്മുടെ റോഡിലെത്തും. ഞാനിപ്പോൾ ഏറ്റവും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതണ്ട, ഇവിടൊക്കെ ഫുൾ കാടാണ്. ഞാൻ ഇന്നാളെ ഒരു ദിവസം ഇട്ടിരുന്നു, സേത്തോടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പശുവിന് കൊടുക്കാൻ ഇവിടെ ഇഷ്ടം പോലെ പുല്ലുണ്ട്, വന്ന് കൊണ്ടുപോകാന്നൊക്കെ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതുവഴി നടന്ന ഇഷ്ടം പോലെ പറയാനുണ്ട്. അപ്പം ബാക്കി കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും കേട്ടോ. അവിടെ നോക്ക്, മഞ്ഞ് പറക്കുന്നുണ്ടോ, മഞ്ഞ് പറക്കുക കണ്ടോ കണ്ടോ. ഇതിൻ്റെ താഴത്തെ വ്യൂ, അതായത് താഴത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. വെള്ളം മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നത്. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടല്ലോ, ഇവിടെ ഇത്രയൊക്കെ വെള്ളമുള്ളേ. ഇല്ല എന്തിനാ പറ്റുന്നത് പോലൊക്കെ അവർ കൃഷി ചെയ്തിട്ടുണ്ട്, ചെറിയ കൃഷികളൊക്കെ. അതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടതേ. ഞാൻ ഉണക്ക സമയത്ത് ഇവർ ഈ തൈ നടുന്നത് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൽ നിറച്ച് മുളകായിട്ടുണ്ടേ. ഇതെന്ത് ഇവിടെ നാട്ടിയേക്കുന്നതെന്ന് അറിയാം, കമ്പായിട്ട് ചെമ്പരത്തി കമ്പ് കണ്ടോ, ചെമ്പരത്തി കമ്പാണ് നാട്ടിയേക്കുന്നത്. അതിന് ഇതിലെല്ലാം മുളകുണ്ട്, പച്ചമുളകുണ്ടേ. ഇതുണ്ടോ, നിറച്ചും പച്ചമുളകായിട്ടുണ്ട് കണ്ടോ. ഇത് വെള്ളം ആ സമയത്ത് ഇവിടെ എല്ലാം ഭയങ്കര വെയിലായിട്ട് വെള്ളം കോരുന്ന ഒരു വീട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വെള്ളം കോരുന്നത്, അപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്ത് കിട്ടിയില്ലെന്ന്. താഴത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വഴുതനയാണ്.
വഴുതന വെച്ചിട്ടുണ്ട് അവിടെ. ഇങ്ങോട്ട് കയറുവാണെങ്കിൽ ഫുള്ള് റബ്ബറേലും പപ്പ കൊടി ഇട്ടേക്കുവാണ് കേട്ടോ. പോയ റബ്ബറേലും വെട്ടുന്ന റബ്ബറേലും എല്ലാം ഇട്ടിട്ടുണ്ട്. കാരണം റബ്ബറിന് വില കുറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്തപ്പം കുരുമുളക് എല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ പേരാ കണങ്ങ. ഇത് വെട്ടി കീറി പുകയത്തിട്ടിട്ട്. ഇത് പഴുത്തില്ലല്ലോ, ഇപ്പൊ പച്ച കളറാ, വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇതെന്തോ കയ്യിലൊരു വഴുതനങ്ങയൊക്കെ കിട്ടി. മുമ്പേ താഴെ കണ്ട വഴുതനങ്ങയും കിട്ടി. പച്ചമുളക് എന്നാ പറിക്കാൻ? പച്ചമുളക് പറിച്ചില്ല. ഇതിന് മണം ഉണ്ടോ അമ്മേ? ഇപ്പൊ ഇല്ല, പഴുത്ത് കഴിയുമ്പോൾ നല്ല മണം. അപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ അമ്മയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കും.